നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് നക്ഷത്ര ജാതകരുണ്ട്. ഈ നക്ഷത്ര ജാതകരെ വേദനിപ്പിക്കുന്ന വ്യക്തികൾക്ക് ദോഷഫലം എന്നതിനെ കുറിച്ചാണ്. അതായത് ഏകദേശം ഒരു 8 നക്ഷത്ര ജാതകരെ കുറിച്ചാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഇത് കാണുന്ന വ്യക്തികൾ ഈ നക്ഷത്ര ജാതകരല്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു കാര്യം ഓർക്കുക. നിങ്ങൾ ചെറുതായിട്ടെങ്കിലും ഇപ്പറയുന്ന നക്ഷത്ര ജാതകരെ വേദനിപ്പിക്കുകയാണെങ്കിൽ ഫലം എന്ന് പറയുന്നത് നിങ്ങൾക്ക് തിരിച്ചടിയായിട്ട് വരുമെന്നുള്ള ഒരു യാഥാർത്ഥ്യം ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിലൊന്നുകൂടി പറയുകയാണ്, ഈ 8 നക്ഷത്രക്കാരെ വേദനിപ്പിക്കുന്നവർക്ക് വലിയ സങ്കടങ്ങളാണ് കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്ന് തിരിച്ചറിഞ്ഞ് പെരുമാറുവാനായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്ര ജാതകരാണ്. ഇവർ വളരെയധികം അധികാരത്തോടു കൂടി സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വളരെയധികം അവഗണനകൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ഇതിന് പ്രകാരം തന്നെ പല വ്യക്തികളും ഇവരോട് ദേഷ്യപ്പെടാറുണ്ട്, ഇവരെ ഒഴിവാക്കാറുണ്ട്. എന്നാൽ ഇവരുടെ മനസ്സൊന്ന് വേദനിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ അതൊന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഇനി ഇവരുടെ പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ വളരെയധികം പരാജയങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തികൾ കൂടെയാണ്. സാമ്പത്തികമായി നഷ്ടങ്ങൾ ഉണ്ടാകാം. ഇതൊക്കെ ദേഷ്യത്തിന് കാരണമുണ്ടാകാം. അതുകൊണ്ട് തന്നെ ഒരു മയത്തിന് ഇവരുമായിട്ട് ഇടപഴകുവാനായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമത്തെ നക്ഷത്ര ജാതകർ ഭരണിയാണ്. ആലോചനയൊന്നുമില്ലാതെ പലപ്പോഴും എടുത്തുചാട്ട പെരുമാറ്റങ്ങൾ ഇവരിൽ അബദ്ധങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് ഇവർ വളരെയധികം വഞ്ചിതരാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ നിസ്സഹായ അവസ്ഥയാണ് ഇവരിൽ ദേഷ്യമായിട്ട് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ ഒന്നും ശാസിക്കുകയോ അടക്കി നിർത്തുന്നതോ ഒന്നും ഇവർക്കിഷ്ടമല്ല. ഇനി മൂന്നാമത്തെ നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് ആയില്യമാണ്. വാക്കുകൾക്ക് വളരെയധികം മൂർച്ചയുള്ള വ്യക്തികളാണ് ഈ ആയില്യം നക്ഷത്ര ജാതകർ. സ്വന്തം കുടുംബങ്ങളിൽ നിന്ന് പോലും ഇവർക്ക് അവഗണനകൾ നേരിടുന്നത് ദേഷ്യത്തിൻ്റെ ഒരു സ്വരൂപമായിട്ട് അല്ലെങ്കിൽ ദേഷ്യത്തിൻ്റെ ഒരു പ്രവണതയായിട്ട് കാണുവാനായിട്ട് സാധിക്കും. നാലാമത്തെ നക്ഷത്രം പൂരമാണ്. വളരെ കടുത്ത അഭിമാനികളാണിവർ. അതുകൊണ്ട് തന്നെ ഇവർക്ക് അഭിമാനത്തിന് ക്ഷതം വരുന്ന ഒരു കാര്യവും ഇവർ വെച്ച് പൊറുക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അഞ്ചാമത്തെ നക്ഷത്ര ജാതകർ തൃക്കേട്ടയാണ്. പൊതുവെ ഇവർ ബുദ്ധിമാന്മാരാണെങ്കിലും ജീവിതത്തിൽ വളരെയധികം നഷ്ടബോധം അനുഭവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളായാലും ശത്രുക്കളായാലും ഒക്കെ ഇവർക്ക് ഒരു ദേഷ്യ സ്വഭാവമുണ്ട്. ആറാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മൂലമാണ്. വളരെയധികം സത്യസന്ധമായ കാര്യങ്ങൾ തുറന്നു പറയുന്നവരാണെങ്കിലും ഇവർക്ക് അധികം ശത്രുക്കൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇവരെ വേദനിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചടികൾ ലഭിക്കും. സ്നേഹിച്ചാൽ വളരെയധികം സ്നേഹിക്കുന്ന വ്യക്തികളാണ്. എന്നാൽ ഇവർക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെയധികം നെഗറ്റീവായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഫലിക്കുന്നതാണ്. ഏഴാമത്തെ നക്ഷത്ര ജാതകർ പൂരാടമാണ്. വാശിക്കാരാണിവർ. ജീവിതത്തിൽ വളരെയധികം വാശിയുള്ളവരാണ്. അത് സ്നേഹത്തിന് മുന്നിലായാലും എന്ത് കാര്യത്തിലായാലും വളരെയധികം വാശിയുള്ളവരാണ്. പ്രണയത്തിലോ ദാമ്പത്യത്തിലോ ഉണ്ടായ വളരെയധികം മോശമായ അനുഭവങ്ങളാണ് ഇവരുടെ ഈ സ്വഭാവത്തിന് പ്രധാന കാരണമെന്ന് പറയുന്നത്. അതുപോലെ എട്ടാമത്തെ നക്ഷത്ര ജാതകർ ഉത്രട്ടാതിയാണ്. അധികം ദേഷ്യപ്പെടാത്തവരാണെങ്കിലും വളരെയധികം കഷ്ടതകളൊക്കെ സഹിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തികളാണ്. എന്നാലും ഇവരുടെ ജീവിതത്തെ ദ്രോഹിക്കുവാനായിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ 8 നക്ഷത്രക്കാരെ വേദനിപ്പിക്കാത്ത വിധം നിങ്ങൾ പരിഗണിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകും. അബദ്ധത്തിലാണെങ്കിൽ പോലും ഇവരെ ഒന്ന് ദേഷ്യപ്പെടുത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവരെ ഒന്ന് വേദനിപ്പിച്ചു കഴിഞ്ഞാൽ ഇരട്ടിയായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അത് വന്നു ഭവിക്കും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഓർക്കുക, 8 നക്ഷത്ര ജാതകർക്കാണ് ദേഷ്യം വളരെ കൂടുതലുള്ളത്. അതുപോലെ ഇവരെ വേദനിപ്പിക്കാതിരിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കും. അപ്പോൾ ഈ 8 നക്ഷത്ര ജാതകരെയും മറ്റു നക്ഷത്ര ജാതകരെയും ഈശ്വരൻ ഒരുപാട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു. നന്ദി.